കൊച്ചി തീരത്തെ കപ്പൽ അപകടത്തിൽ വിദഗ്ധ സമിതികൾ രൂപീകരിച്ച സംസ്ഥാന സർക്കാർ. ഷിപ്പിംഗ് കമ്പനിയുമായുള്ള ചർച്ചയ്ക്കാണ് 3 സമിതികൾ രൂപീകരിച്ചിട്ടുള്ളത്. മാനസയുണ്ട് അല്ലേ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. മാനസ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ രീതിയിലുള്ള ആശങ്ക പടർത്തുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു ഈ കപ്പൽ അപകടത്തെ തുടർന്ന് ഉണ്ടായത്. എന്തായാലും വിശദമായ പഠനം നടത്താനുള്ള തീരുമാനത്തിലേക്ക് പോകുകയാണ് സർക്കാർ. അതിന്റെ ഭാഗമായി സമിതികൾ രൂപീകരിക്കുന്നു. ഏതൊക്കെ തലത്തിലുള്ള സമിതികളാണ് രൂപീകരിക്കുന്നത്, എങ്ങനെയാണ് വിവരങ്ങൾ? തീർച്ചയായും ഭദ്ര, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ കൊച്ചി തീരത്തുണ്ടായ കപ്പൽ അപകടത്തെ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചത്. അതോടൊപ്പം തന്നെ നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് പഠന വിധേയമാക്കുമെന്ന അറിയിപ്പും നൽകിയിരുന്നു. അല്പസമയം മുൻപാണ് ഇതുമായി ബന്ധപ്പെട്ട് വിദഗ്ധ സമിതികൾ രൂപീകരിച്ചുള്ള സംസ്ഥാന സർക്കാർ ഉത്തരവ് ഇറങ്ങിയത്. ഷിപ്പിംഗ് കമ്പനിയുമായുള്ള ചർച്ചയ്ക്ക് 3 സമിതിയാണ് രൂപീകരിച്ചിരിക്കുന്നത്. നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ളവ ഈ ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ 7 അംഗ സമിതി ചർച്ച ചെയ്ത് കാര്യങ്ങൾ പഠിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സയൻസ് ആൻഡ് ടെക്നോളജി സെക്രട്ടറി അധ്യക്ഷനായ സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പരിസ്ഥിതി ആഘാതവും മാലിന്യ പ്രശ്നങ്ങളും ഈ കമ്മിറ്റി പഠിക്കും. അതോടൊപ്പം തന്നെയാണ് ജില്ലാ കളക്ടർ അധ്യക്ഷനായ ജില്ലാതല കമ്മിറ്റിയും രൂപീകരിച്ചിരിക്കുകയാണ്. അപകടത്തിന്റെ ആഘാതവും ഈ കമ്മിറ്റി പരിശോധിക്കും. എന്നിട്ട് അതിനുശേഷം പഠന റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ശരി മാനസ, എന്തായാലും വിവിധ വിഷയങ്ങൾ പഠിക്കാനായി 3 തല സമിതികളെയാണ് രൂപീകരിച്ചിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് മാനസ മനോജ്.